കടൽക്കരയിലെ വിളക്കുമാടങ്ങളും ചുങ്കപ്പുരകളും ചരക്കുകളുടെ കുന്നോളം പൂന്ന കൂമ്പാരങ്ങളുമായി കച്ചവടക്കാരെ കാത്തിരുന്ന പുരാതന നഗരം. വാൽമീകി രാമായണത്തിലെ മുരിജി പത്തനം, രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി പ്രകീർത്തിക്കപ്പെട്ട മഹോദയപുരം, പുരാതന സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന മുജിരിപ്പട്ടണം, 1-ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ റോമൻ പണ്ഡിതനും രചയിതാവും പ്രകൃതിശാസ്ത്രജ്ഞനുമായിരുന്ന പ്ലീനി ഇന്ത്യയുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ച പുകൾപെറ്റ പുരാതന നഗരം മുസിരിസ്. വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന അതീവ സമ്പന്നമായ ഒരു തുറമുഖ സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് മുസിരിസ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ മുതൽ തൃശൂരിലെ കൊടുങ്ങല്ലൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്ന പൗരാണിക നഗരം. പുരാതന കാലം മുതലേ കേരളത്തിന് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അറബികൾ, അസീറിയക്കാർ, ബാബിലോണിയക്കാർ, ഫിനീഷ്യന്മാർ, ഇസ്രായേൽക്കാർ, ഗ്രീക്കുകാർ, റോമക്കാർ, ചീനക്കാർ തുടങ്ങിയവരാണ് പ്രാചീന കാലത്ത് കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ. പ്രാചീന കേരളം സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ കീർത്തി കേട്ടിരുന്നു. കേരളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്ന ചരക്കുകളിൽ ഭൂരിഭാഗവും കുരുമുളകായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരമായി വിദേശത്തു നിന്നും സ്വർണവും വെള്ളിയും കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അക്കാലത്തെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു മുസിരിസ്, തിണ്ടിസ്, ബറക്കെ, നെൽക്കിണ്ട എന്നിവ. തിണ്ടിസ് ഇന്നത്തെ കടലുണ്ടിയാണെന്ന് പറയപ്പെടുന്നു. ബറേക്ക പുറക്കാടാണെന്നും നെൽക്കിണ്ട നീണ്ടകരയാണെന്നും അഭിപ്രായമുണ്ട്. പക്ഷേ മുസിരിസ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ 4 തുറമുഖങ്ങളിൽ ഏറ്റവും പ്രമുഖം മുസിരിസ് ആയിരുന്നു. പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു മുസിരിസ്. AD 45 ഈജിപ്തിലെ ഒരു നാവികനായ ഹിപ്പാലസ് ഇന്ത്യൻ സമുദ്രത്തിലെ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതോടെ നടുക്കടലിലൂടെ സഞ്ചരിച്ച് 40 ദിവസം കൊണ്ട് ഏഡനിലെ ഒസിലിസിൽ നിന്ന് മുസിരിസിലേക്ക് നേരിട്ട് വന്നെത്താമെന്നായി. മുസിരിസ് റോമൻ വാണിജ്യത്തിന്റെ കേന്ദ്രമെന്ന നിലയിൽ പ്രാധാന്യം നേടി. ചേരന്റെ പെരിയാറ്റിലെ വെള്ളത്തിൽ വെണ്ണുരകൾ ഇളകുമാറ് ചേണാർന്ന യവനക്കപ്പലുകൾ പൊന്നുമായി വന്ന് കുരുമുളകുമായി പോകുന്ന മുജിരി നഗരം. അകനാനൂറിലെ ഒരു പാട്ടിലെ വരികളാണിവ. പുറനാനൂറിൽ മുസിരിസിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടെ അലകടലിൻ്റെ മന്ത്രസംഗീതം ഒരിക്കലും അവസാനിക്കുന്നില്ല. ചേരരാജാവ് കടലുകളുടെയും മലകളുടെയും അസുലഭമായ സമ്പത്തുകൾ സന്ദർശകർക്ക് സമ്മാനിക്കുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ സമ്പന്നമാക്കി തീർത്ത യഹൂദ മതത്തിനും ക്രിസ്തുമതത്തിനും ഇസ്ലാം മതത്തിനും ആദ്യത്തെ ആശ്രയ സ്ഥാനമായിരുന്നു മുസിരിസ്. AD 1-ാം ശതകത്തിൽ ക്രിസ്തുമതം കേരളത്തിലെത്തി. AD 52 തോമസ് പുണ്യവാളൻ മുസിരിസിന് സമീപമുള്ള മാലിയങ്കര പ്രദേശത്ത് എത്തി എന്ന ഐതിഹ്യമുണ്ട്. ക്രിസ്ത്യാനികളെപ്പോലെ ജൂതന്മാരും പണ്ടേ കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരുന്നു. ജന്മഭൂമിയിലെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ AD 68 മുസിരിസിൽ എത്തിച്ചേർന്നെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഇസ്ലാം മതവും കേരളത്തിൽ നേരത്തെ പ്രചരിച്ചു തുടങ്ങി. മുസിരിസുമായി ബന്ധമുണ്ടായിരുന്ന അറബി കച്ചവടക്കാരായിരിക്കാം 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിപ്പിച്ചത്.
AD 1341 കടലിന്റെ അടിത്തട്ടിലുണ്ടായ ഇളകിമറിച്ചിൽ മൂലം മുസിരിസ് തുറമുഖം അടഞ്ഞു. ഈ പ്രതിഭാസം ചെറിയ തുറമുഖം അഥവാ കൊച്ചഴി എന്ന മറ്റൊരു സ്വാഭാവിക തുറമുഖത്തിന്റെ ആവിർഭാവത്തിനിടയാക്കി. സാധാരണക്കാർ അതിനെ കൊച്ചി എന്ന് വിളിച്ചു. ക്രമേണ കൊച്ചി വാണിജ്യ സമൃദ്ധിയിൽ മുസിരിസിന് പിന്നിലാക്കി. അങ്ങനെ മുസിരിസ് കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മുസിരിസിന്റെ സമ്പന്നമായ വാണിജ്യ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് നോർത്ത് പറവൂർ, പട്ടണം, കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ ഖനനം ചെയ്തതിലൂടെ ലഭിച്ച പൗരാണിക അവശിഷ്ടങ്ങൾ. മുസിരിസ് എന്ന പഴയകാല തുറമുഖത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തുടങ്ങിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണിത്. കേരള സർക്കാരിന്റെ ആദ്യ ഹരിത പദ്ധതി എന്ന സവിശേഷതയും ഇതിനുണ്ട്. കേരള ടൂറിസം വകുപ്പിനാണ് പദ്ധതിയുടെ ചുമതല.